എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്ന ഇന്ത്യയിൽ വിമാന സർവീസ് നടത്താൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇത് മലയാളികൾക്കും അപ്രൂവൽ കിട്ടി, NOC കിട്ടി എന്ന അർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അൽ ഹിന്ദ് എയർ വരികയാണ്. 2026 മാർച്ചിന് മുമ്പ് പറക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തക്കിയുദ്ദീൻ വാഹിദ്, ഓർമ്മയുണ്ടോ ഈ പേര്? 90കളിൽ ഇന്ത്യയുടെ ദേശീയ വ്യോമയാന ഭൂപടത്തിൽ അത്ഭുതമായി മാറിയ വർക്കലക്കാരൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് ശേഷം അൽ ഹിന്ദ് എയറാണ് ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റിന് ശേഷം മലയാളത്തിൻ്റെ ലേബലിൽ പറക്കാൻ പോകുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു. 6-7 വിമാനങ്ങൾ ഇതിനകം സജ്ജമായി വരുന്നു. ഇനി ഫൈനൽ അപ്രൂവലിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ തന്നെയാണ് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡിഗോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പണിമുടക്ക് നടത്തിയതും ആളുകളെ ബുദ്ധിമുട്ടിലാക്കിയതും നമുക്കറിയാം. ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റും ആലോചിച്ചു, ഇങ്ങനെ 65%-ലധികം മാർക്കറ്റ് ഷെയർ ഒരു വിമാന കമ്പനിക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ്? ഇപ്പോൾ തന്നെ എയർ ഇന്ത്യയും ഇൻഡിഗോയും കൂടെ ചേർന്നിട്ട് 92% ഇന്ത്യയുടെ ആഭ്യന്തര വിമാന സർവീസിൻ്റെ ഷെയർ. ബാക്കി 8% എല്ലാ വിമാന കമ്പനികളും ചേർന്ന് എടുത്തിരിക്കുന്നത്. ഈ സാഹചര്യമൊക്കെ മാറണം. അൽ ഹിന്ദ് എയറിന് സജീവമാകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഹൈദരാബാദിൽ നിന്നൊരു ഫ്ലൈ എക്സ്പ്രസ് വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് ശംഖ് എയർ വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് പുതിയ വിമാന കമ്പനികളൊക്കെ ചേർന്ന് ഇന്ത്യയിൽ യാത്ര സുഗമം ആയി മാറട്ടെ. അൽ ഹിന്ദ് എയർ ഈ ഗൾഫുമായിട്ട് ഇത്രയും ബന്ധമുള്ള സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗൾഫിലേക്കുള്ള സർവീസുകളും ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഷാർജ എമിറേറ്റിലെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാമുമാർ, മുഅദ്ദിൻ എന്നിവർക്കെല്ലാം ഇനി മുതൽ ഗവൺമെൻറ് സ്റ്റാഫ് എന്ന സ്റ്റാറ്റസ് ആയിരിക്കും എന്ന് ഭരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇനി അവരിപ്പോൾ ലീവ് എടുക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അതിന് എഗെയിൻസ്റ്റായിട്ട് ക്യാഷ് കിട്ടുന്ന രീതി വരും. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വരും, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും. ഗവൺമെൻറ് സ്റ്റാഫുകൾക്ക് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ പ്രൊമോഷനും അലവൻസും ഒക്കെ ഉണ്ടാകും എന്ന കാര്യമാണ് വരാൻ പോകുന്നത്. നല്ല കാര്യം. ഇന്ത്യയിൽ ഇതാ ഒരിടത്ത് ഒരു മെട്രോ നഗരം അത്ഭുതം കാണിക്കാൻ പോവുകയാണ്. റൈസും ചപ്പാത്തിയും പിന്നെ ദാൽ കറിയും ഒരു വെജിറ്റബിൾ കറിയും അച്ചാറും കൂടെ ചേർത്ത് 5 രൂപയ്ക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ 11-നും 4 മണിക്കും ഇടയിൽ ലഞ്ചും, ഡിന്നറായിട്ട് വൈകുന്നേരം 6:30-നും 9:30-നും ഇടയിൽ 100 ക്യാൻറ്റീനുകൾ ഡൽഹിയിൽ ഇതാ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 45 എണ്ണം അടൽ ക്യാൻറ്റീൻ എന്ന പേരിൽ. അടൽ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം പ്രമാണിച്ച് ഡിസംബർ 25-ന് അത് പ്രമാണിച്ചുള്ള ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ മുതൽക്കൂട്ടായി, മോഡലായി എല്ലായിടത്തും മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്. 5 രൂപയ്ക്ക് ആഹാരം എന്ന് പറയുമ്പോൾ അതും സുഭിക്ഷമായിട്ട് ഇങ്ങനെ ഒരു താലി കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കൊണ്ട് ഒരാൾ പോലും പട്ടിണി കിടക്കരുത്. അവർക്കൊക്കെ ടോക്കൺ കൊടുക്കുന്നത് പോലും ഫിസിക്കൽ ടോക്കൺ അല്ല, ഡിജിറ്റൽ ടോക്കൺ കൊടുത്തുകൊണ്ട് CCTV ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് ഒരു സംവിധാനം നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് വളരെ കുറ്റമറ്റ രീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഡൽഹി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകളോടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, താസി ഗോൾഡൻ ഡയമണ്ട്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ട്രാവൽ ആൻഡ് മൂവേഴ്സ്, ഫിറ ഫുഡ്സ്, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, അൽ ഉസൂദ് കാർഗോ, അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആയുർമന ആയുർവേദ ആൻഡ്